ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെതാ മഴക്കാറ് മൂടി മഴ പെയ്തുകൊണ്ടെത്തുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ചാറ്റൽ മഴയാണ്. പക്ഷേ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ടാണ്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ലച്ചുട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുക. എല്ലാവരും ഹൈപ്പ് കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു 8 വയസ്സുള്ള ഒരു മോൻ മരിക്കാൻ ഇടയായി. കാരണം എന്താണെന്ന് അറിയോ? പാമ്പ് കടിയേറ്റിട്ടാണ് ആ മോൻ മരിച്ചിട്ടുള്ളത്. പിന്നെ ജനലുകളൊക്കെ നമ്മളിപ്പോൾ ഈ ചൂടാവുന്ന സമയത്ത് ജനലുകളൊക്കെ നമ്മൾ തുറന്നിടും. അപ്പോൾ എന്താക്കും, ഈ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് പാമ്പുകളെല്ലാം പിന്നെ കുറച്ച് തണുപ്പ് തേടിക്കൊണ്ട് നമ്മുടെ വീടിനകത്തേക്ക് പാഞ്ഞു കയറുകയും ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് മരിച്ചത് തലേണയുടെ ചുവട്ടിൽ പാമ്പ് ഉണ്ടായിരുന്നു. അതായത് ശംഖുവരേനോ അങ്ങനെ എന്തോ ഒരു പാമ്പാണത്. നല്ല ഉഗ്രവിഷമുള്ള ഒരു പാമ്പാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ കിടക്കയിൽ വന്ന് കിടന്നു കഴിഞ്ഞ് നോക്കും. നമ്മൾ കിടക്കാതെ നമ്മളെന്താക്കും, തലേണയൊന്നും കുടയാതെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ തലേണയുടെ ചുവട്ടിലാണ് ഈ പാമ്പ് വന്ന് കിടന്നിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞിനെ കൊത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ സഹോദരനും കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരുടെ വീട്ടിൽ എന്തോ പരിപാടി ഉള്ളത് കൊണ്ട് അവർ അവക്കാഡോ ജ്യൂസ് കുടിച്ചിരുന്നു. അപ്പോൾ ജ്യൂസ് കുടിച്ചപ്പോൾ ചിലർക്കൊക്കെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ വിചാരിക്കും അതാണ് പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെയായി. പിന്നീട് ഈ കുട്ടീനെ ചാലക്കുടി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പിന്നെ ഫസ്റ്റൊന്നും ഡോക്ടർമാർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീടാണ് പിന്നെ ശരീരത്തിൽ പാമ്പിൻ്റെ കടിയേറ്റ പാട് കണ്ടത്. ആ കുട്ടി അപ്പം തന്നെ മരണപ്പെടുകയും ചെയ്തു. സഹോദരൻ അത്രയ്ക്കും സീരിയസ് ആയിട്ടൊരു നിലയിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മളായാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റൂമുകളുടെ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിടുന്ന സമയത്ത് പാമ്പുകൾ എഴിഞ്ഞ് അവരുടെ സുഖം തേടി അവർ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേനൽക്കാലമായതുകൊണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. എപ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പ് റൂമുകൾ ഒന്ന് പരിശോധിക്കുക. അതുപോലെ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കും അതുപോലെ ഗ്യാസ് കുറ്റിയുടെ അടിഭാഗവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഏത് സമയത്താണ് നമുക്ക് അപകടം വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ബെഡും തലേണയും അതിൻ്റെ പുതപ്പും എല്ലാം നമ്മളൊന്ന് കുടഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം മക്കളെ കിടക്കാൻ. അപ്പോൾ ഈ കുഞ്ഞിന് പറ്റിയ ഒരു പ്രശ്നം പോലെ മറ്റൊരു കുഞ്ഞുങ്ങൾക്കും മറ്റൊരാൾക്കും വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലച്ചുട്ടി ഫാമിലി എന്ന ഈ കൊച്ചു ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് അറിയുമ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു പിന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാണ് ആ വാർത്ത കേട്ടപ്പോൾ. നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്. അപ്പം നമ്മൾ അമ്മമാരായാലും അച്ഛന്മാരായാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.